നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പം അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അടുപ്പ് കൂട്ടല്, അത് ഫുഡിനുള്ള പരിപാടി. നമ്മുടെ ബീഫ് സെറ്റ് ചെയ്ത് നമുക്ക് ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ടെസ്റ്ററാണ്. ബീഫ് വേവുന്നതിന് മുമ്പ് അത് ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇവരെല്ലാം കൂടി ഓട്ടിക്കുവാണ്, കണ്ടില്ലേ. പായസത്തിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ ബീഫ് സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ഔട്ടർ ഏരിയ. നമ്മുടെ തറവാടാണ്, നമ്മളൊക്കെ ജനിച്ച് വളർന്ന സ്ഥലം. ഇത് പഴയ കിണർ നമ്മളിവിടുന്ന്. അകത്ത് ബീഫൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് നോക്കാം. ഈ ബീഫ് കണ്ടില്ലേ, നമ്മൾ അവിടെ കിട്ടുന്ന അങ്ങനെ നല്ല സൂപ്പർ ബീഫാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാരും തകൃതിയായിട്ട് ഈ പാചകവും എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് അതിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം ടീംസ്. എല്ലാം കുട്ടക്കേടിന്റെ അങ്ങേറ്റമാണ്. അടുക്കള പാചകം തകൃതിയായിട്ട് കിടക്കുക. ബീഫൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബീഫ് ചോറ് സ്വല്പം വെന്തുപോയി, അതിന്റെ ഒരു ഇതാണ് ഇവിടെ നടക്കുന്ന ബഹളമൊക്കെ. കണ്ടില്ലേ, കുറച്ചൊന്ന് ഇതായിപ്പോയി. ഹായ്, അപ്പൊ നമ്മുടെ കടക്കൽ തിരുവാതിരയാണ്. അപ്പം കടക്കൽ തിരുവാതിരയാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ഓണത്തിനേക്കാളും വലുതാണ് ഇവിടെ ഈ കടക്കൽ നാട്ടിൽ കടക്കൽ തിരുവാതിര എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ നമ്മൾ ഈ കടക്കൽ തിരുവാതിരക്കാണ് അല്ലേ പിള്ളേരെ കണ്ട. ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ തറവാട്ടിലെ പിള്ളേരാണ്. മക്കളെ പ്രാർത്ഥന. നമ്മള് ടട്ടു മിട്ടു എന്നാണ് വിളിക്കുന്നത്. നമ്മള് അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കല്ല് സെറ്റ് ആയില്ല ഇപ്പോഴും, ഉണ്ടല്ലേ. ഇനി ഞാൻ സംഭവം നമ്മുടെ വീടിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് കാണിച്ചു തരാം. നമ്മള് കടക്കല് നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ വീടാണ്. കണ്ടില്ലേ, നല്ല ഗ്രാമാന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ ആറ്റുപുറം ജംഗ്ഷൻ എന്ന് നമ്മുടെ അതിലെ കടക്കൽ തിരുവാതിരയുടെ വീഡിയോ കാണിച്ച ആ ശ്രീശൈലം തിയേറ്ററിന്റെ അവിടെ എത്തും. ഇതുവഴി നേരെ പിന്നെ അവിടെ നമുക്ക് കടക്കലൊക്കെ പോവാം. ഈ റോഡ് താഴോട്ട് കിടക്കുന്ന പുല്ലുപണയം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ മുത്തശ്ശി. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാമ്മ. ഇവിടെ നമ്മുടെ ഈ ചെറുമക്കളുടെ നമ്മളെ ചെറുമക്കളുടെ മുത്തശ്ശി. പാചകം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുന്ന കാഴ്ചയാണിത്. ഇതൊക്കെ ഒരു നല്ല രസമല്ലേ, നമ്മളെ പണ്ടത്തെ കാലഘട്ടം തിരിച്ചു വന്ന പോലെ. പഴയ പണ്ടത്തെ കടക്കൽ തിരുവാതിരയുടെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? ഓർമ്മ പറയാൻ, തിരുവാതിരയ്ക്ക് വലിയ കാര്യമാണ്. തിരുവോണത്തിൻ്റെ വലിയ കാര്യമാണ് തിരുവാതിരയുടെ കാര്യങ്ങൾ. പിന്നെ 10 ദിവസത്തെ ഉത്സവമുണ്ട്. അമ്പലത്തിൽ പോയി ഇപ്പോഴും നാം പോയിട്ട് വന്നിരിക്കുകയാണ്. ഇനി വൈകിട്ട് പോകും. അങ്ങനെയൊക്കെ വലിയ 10 ദിവസത്തെ ഉത്സവമുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ആഴ്ചകളൊക്കെ കാണാൻ കുതിര 4-5 എണ്ണം ഉണ്ടായിരുന്നു. അത് നമ്മളിന്ന് രാവിലെ പോയപ്പോൾ എല്ലാം പൊളിച്ചു തുടങ്ങി, പൊളിച്ചു തീർന്നു. പിന്നെ ഇതാണ് നമ്മുടെ മുത്തശ്ശി ഉപ്പാവ്. ഇന്നേന്ന് പല്ലില്ലാത്ത അമ്മമ്മ ചിരിക്കണം. ഇതൊക്കെ ഇവിടുത്തെ ഇപ്പോഴത്തെ പിൻതലമുറകളാണ്. ഇത് ഏറ്റവും കൊച്ചു തലമുറ. അതായത് ഈ കിടക്കുന്ന നമ്മളെ അളിയന്മാരാണ്. അളിയൻ ഇത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ. നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നമ്മുടെ പഴയ ഡാൻസ് വീഡിയോ, വൈറൽ വീഡിയോയിലെ ആളാണ്. ഇതിപ്പോ ഈ കാണുന്ന വീട് ഒരു 10-50 വർഷം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു അടുക്കളയും പിന്നെ ഈ കാണുന്ന സെറ്റപ്പും എല്ലാം ഒരു 50 വർഷം മുമ്പേ ഉള്ളതാണ്. പിന്നെ പൈപ്പും ഇതുമൊക്കെ ഇപ്പം പുതിയതായിട്ട് വെച്ചതാണ്. കണ്ടില്ലേ, നമ്മളെ പഴയ അടുക്കളയാണ്. അപ്പൊ അത് കണ്ടാലും ഇതാക്കണ്ട, നമ്മുടെ പഴയ ഒരു കൊച്ചു വീട് ഇപ്പം അതേ കണക്ക് ആ ഒരു സന്തോഷത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ആ ഒരു വീട്ടിൽ ഒത്തുകൂടി നിൽക്കുന്ന കാഴ്ചകളാണ്. ഈ ഒരു റൂമാണ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ. കണ്ടില്ലേ, കാണിച്ചുതരാം. പടപ്പരയും വിളക്ക് കത്തിപ്പും എല്ലാം ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കിടന്നിരുന്നു കൊച്ചിലത് എൻ്റെ കുട്ടിക്കാലത്ത്.
നമ്മളെ പഴയ വീടാണ്. പഴയ വീടിനെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തെ റൂം. ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ റൂമൊക്കെ ഇഷ്ടപ്പെട്ട കൊച്ചിലിതാ? നിനക്ക് ഇഷ്ടപ്പെട്ട? തന്നെ പണ്ടത്തെ ഓർമ്മയൊക്കെ തന്നെ. പിന്നെ മാത്രമല്ല, ഇത് ഇവിടെ ഈ കടക്കലെ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. രാത്രി ആയാലും നമുക്ക് ഈ ഒരു ഫാൻ ഇട്ടാൽ ഭയങ്കര തണുപ്പാണ്. ഇവിടെ എങ്ങും ഒരു AC ഒന്നിന്റെ ആവശ്യം വേണ്ട. ഇവിടെ അത്രയ്ക്ക് നല്ല തണുപ്പുള്ള ഏരിയയാണ് നമ്മുടെ ഈ കടക്കിലെന്ന് പറയുന്നത്. നമ്മുടെ ബീഫിനുള്ള ഉള്ളി ഇളക്കുന്ന യുവതി. നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. ഡാൻസ് മാസ്റ്റർ വിക്രമാണ് ഈ വന്നത്. ഇവിടെ കുലുങ്ങും കടക്കൽ. ഇതാണ് തുമ്പിയും മാളൂസല്ലേ, അമ്മൂസ്, പൊന്നൂസ്, കുഞ്ഞാറ്റ. എനിക്കറിയായിരുന്നു, ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പ മോളെ പറ, അല്ലേ കടിക്ക്. ഈ ഇടത് സൈഡിൽ ഇരിക്കുന്ന എൻ്റെ അമ്മയും വലത് സൈഡിൽ ഇരിക്കുന്ന എൻ്റെ അമ്മാമ്മയുമാണ്. മധ്യത്തിരിക്കുന്ന നമ്മുടെ ചേട്ടൻ. കണ്ടില്ലേ, ഒരു 3 പേരും കൂടി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും എൻ്റെ മക്കളാണ്. സംഭവം ഇവിടെ ഈ ചോറ് വേവിച്ചപ്പം കുറച്ചൊന്ന് ഇതായിപ്പോയി, വെന്തുപോയി. അപ്പം അതിൻ്റെ ഒരു ബഹളവും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങളങ്ങനെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് ഊപ്പാട് വരും. അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ല വൈബിൽ എല്ലാവരും കൂടി നിൽക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ബഹളമാണ്, അതൊന്ന് വെന്തെന്നും പറഞ്ഞുകൊണ്ടുള്ള ബഹളമാണ്. ഊറ്റ എത്ര പേര് നോക്കിയാണ് സംഭവം? 6-7 പേരുണ്ട് കേട്ടോ ഇതിന് ചുറ്റുമായിട്ട്. എൻ്റെ അടുത്തും 2-3 ജോലിയൊക്കെ പറഞ്ഞ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവരെന്നെ നോട്ടൗട്ട് വെച്ചിട്ട് കഴിഞ്ഞ് ജോലിയൊന്നും ചെയ്തില്ല. കഴിഞ്ഞ് മിക്കവാറും എല്ലാവരും വെന്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ബീഫ് സെറ്റ് ചെയ്ത് നമുക്ക് ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആളെ എല്ലാവരും കൂടി പുറത്താക്കുവാണ്. ആദ്യം ഒരു കിണ്ണം ബീഫ് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അടുത്ത 2ാമത്തെ കിണ്ണം ബീഫ് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും കൂടി അവിടേക്ക് പുറത്ത് കളയുന്ന സീനാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, പായസത്തിൽ ഇടാണ്ട് പരിപ്പ് മുന്തിരി എല്ലാം ഫിറ്റ് ആയിരിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ പായസം, ഒരു സൈഡിൽ ബീഫ്, റൈസ് എല്ലാം ഇട്ടുമായിക്കൊണ്ടിരിക്കുക. ഡാൻസ് മാസ്റ്റർ വിക്രം ഭായ് മനുഷ്യനെ ഓട്ടിച്ചു വിടുന്നതാണ്. അങ്ങനെ നമ്മുടെ പാചകവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് തുടങ്ങി. ഫുഡ് അടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഡൈനിങ് ഹാളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കണ്ടതുപോലെ സിറ്റ് ഔട്ടിലോ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാണ് കഴിക്കുന്നത്. ഇവരെല്ലാം സീനിയർ ടീമെല്ലാം കണ്ടില്ലേ, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ പുറകിൽ, അടുക്കളയുടെ പുറകിൽ പോയിരുന്ന് കഴിക്കില്ലേ. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റൂമിനകത്ത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ ഉണ്ട് ആൾക്കാർ, കണ്ടില്ല കേട്ടോ. ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കടക്കൽ തിരുവാതിരയൊക്കെ ആയിട്ട് എല്ലാവരും നമ്മളെ ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്ന ഒരു നിമിഷമാണ്. കൊച്ചു കുട്ടികളും വലിയവരും എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്കൊന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് അകത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ഇവിടെ സംസാരമൊക്കെയാണ് നടക്കുന്നത്. അവിടെ റൂമിലൊക്കെ ആയിട്ട് എല്ലാരും ഇരിക്കുകയാണ്. സെറ്റപ്പ് ഒക്കെ ആയിട്ട് എല്ലാരും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാരും കഥയും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാരും തിരക്കിലാണ്, സംസാരത്തിലൊക്കെ അവരുടെ നാട്ടുവിശേഷങ്ങളും ഒക്കെ പറയുന്ന ഒരു സമയമുണ്ട്. ഫോട്ടോ എടുക്കാൻ സമയം എല്ലാരും വരും. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എല്ലാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരാം. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മുടെ ഔട്ട് എയറിലിരുന്ന് കഴിക്കാൻ നമ്മുടെ റൈസ് ബീഫ് എല്ലാം സെറ്റ് അടിപൊളി ബീഫായിരുന്നു കേട്ടോ. നമ്മൾ അന്നദാനം കഴിക്കുന്ന പോലെ നമ്മളിങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കുക. നമുക്ക് ഫോട്ടോ എടുപ്പിനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും എവിടെ ആരും വന്നില്ലേ ഫോട്ടോ എടുപ്പിന്? കമോൺ ബോയ്സ്, കമോൺ ഗേൾസ്, ഫോട്ടോ എടുക്കണ്ടേ? ഗേൾ കമോൺ. ഇവിടെ റേഷൻ കാർഡൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുവാണ്. മാമ റെഡി ആയിട്ട് ഇറങ്ങാം, ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഒരാളൂടെ ഉണ്ട് യോയിക്ക്. ഇതൊരു സെൽഫിയാണേ. ആകെ ഒരു മേളം തന്നെ കേട്ടോ. ഫുള്ളൊരു മേളവും ബഹളവും കിടക്കുവാണ് എന്റെ ബേക്കിൽ. കണ്ടില്ലേ, എല്ലാരും ഈ സീറ്റ് അറേഞ്ച് ചെയ്യുക ഫോട്ടോ എടുക്കുന്നതിന്റെ. അവളെ സീറ്റിൽ നിന്ന് മാറ്റിയെന്നും പറഞ്ഞു. ഇവിടെ കാല് വയ്യാത്ത കൊച്ചിനെ ഒരു സ്ഥലത്ത് ഇരുത്തണേ. അയ്യോ മാറ്, കാല് വയ്യാത്ത കൊച്ച്. ആ ഒരു സ്പെഷ്യൽ കസേര ഇരുത്ത്. ആ കസേര ഇരുത്തിക്കോ. കാല് നീട്ടി അങ്ങോട്ട് വെച്ചോ. എല്ലാരും ഇങ്ങോട്ട് നോക്കേ.